വെൽക്കം ബാക്ക് ടു സഫലമി യാത്ര. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവരെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് സഫലമി യാത്ര. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രശസ്തമായ ബെസ്റ്റ് ഇന്ത്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതിൻ്റെ ഉടമ, അതിൻ്റെ സാരഥി ഷറഫ് ബെസ്റ്റ് ഇന്ത്യ. അദ്ദേഹം ജീവിതത്തിലൂടെ കടന്നു വന്ന വഴികൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹമുള്ള ഒരു യങ് ആൻഡ് എനർജറ്റിക് ബിസിനസ്മാനാണ്. അദ്ദേഹം കടന്നു വന്ന വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും ഷറഫ് ഭായ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദർശന ടി വിയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ബെസ്റ്റ് ഇന്ത്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലേ? യെസ്, അതാണ് നമ്മുടെ ബ്രാൻഡ് യെസ് അല്ലേ? അതല്ലാതെ മറ്റ് പ്രൊഡക്റ്റ് ബ്രാൻഡുകൾ മറ്റത് ഒരുപാടുണ്ട്. പക്ഷേ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 1978 നമ്മുടെ ഫാദർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബെസ്റ്റ് ഇന്ത്യ ഹാർഡ്വെയർസ് നല്ലൊരു ഷോപ്പ് കാഞ്ഞങ്ങാട് ടൗണിൽ. ഓക്കെ, അന്ന് ഷറഫ് ഭായി അല്ല, നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫാദറും പിന്നെ 3 പേര് പാർട്ട്ണറായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ബെസ്റ്റ് ഇന്ത്യ ഹാർഡ്വെയർ. അത് പിന്നെ കാലക്രമേണ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോയി. ഷറഫ് ഭായി എപ്പോഴാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? ഞാൻ 2000-2001 അതെ അതെ. എന്താണ് പഠിച്ചത്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഫാദർ പറയുന്നത്, ഈ ഷോപ്പിലേക്ക് വന്നിരിക്കുക, എനിക്ക് വിശ്രമിക്കണം, ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഞാൻ ഷോപ്പിൽ വരാൻ തുടങ്ങി. ഷോപ്പിൽ വന്നപ്പം പിന്നെ ബിസിനസ്സിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റിയല്ലേ? ഷോപ്പിൽ വരുമ്പോൾ ഫാദറിൻ്റെ പാർട്ട്ണറായ 2 പേര് വേറെ ഉണ്ടായിരുന്നു, പിന്നെ മാനേജർ ഉണ്ടായിരുന്നു, അതുപോലെ ഫാദറിൻ്റെ പാർട്ട്ണറായവർ മക്കളുണ്ടായിരുന്നു, എനിക്കൊരു മൂത്ത. അപ്പോൾ ഞാനവിടെ ഷോപ്പിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരുപാട് കമ്പനീസിൻ്റെ സെയിൽസ്മാൻ റെപ്രസെൻറ്റേറ്റീവ് എല്ലാം വരും. അവർ വന്ന് കൂടുതലും വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഡൽഹി, ജലന്ധർ ഈ ഭാഗത്തു നിന്നൊക്കെ അവർ സാധനം സപ്ലൈ ചെയ്തിട്ട് ഒരു ആഫ്റ്റർ 3 മന്ത് 4 മന്ത് കഴിഞ്ഞിട്ടാണ് അവർ കളക്ഷന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നി, എന്താ ഇത് 6 മാസം 4 മാസം 3 മാസമൊക്കെ ക്രെഡിറ്റ് കൊടുത്ത് പോകുമ്പോൾ ഇത് ഇവർക്ക് എത്രയാണ് പ്രോഫിറ്റ്, അങ്ങനെയുള്ളൊരു ചിന്തഗതി എൻ്റെ മനസ്സിൽ. ഒരു 4 മാസം തൊട്ട് 6 മാസം വരെ ഈ സാനിറ്ററി ഐറ്റംസ് ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അവർക്ക് അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഷോപ്പിലും ഞാൻ പറഞ്ഞില്ലേ പാർട്ട്നേഴ്സ്മാരുണ്ട്, അതേപോലെ പാർട്ട്നേഴ്സ് മക്കളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരെവിടെ നിന്നാണ് ഈ സാധനം പ്രൊഡക്ഷനാക്കി കൊണ്ടിരുന്നത്, അവിടെ ഒന്ന് പോയി നോക്കി ഇതിനെ കാര്യമായി ഒന്ന് പഠിക്കാമെന്നുള്ളൊരു നിലയിൽ ഞാൻ ആ സമയത്ത് ഞാൻ 2002 ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് വന്ന് ഇവിടെ നമ്മുടെ ഒരു ഫാദറിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ക്വാർട്ടേഴ്സ് ഒരു ബിൽഡിങ് അതിനടുത്തായിട്ട്, കാഞ്ഞങ്ങാടിനടുത്ത് തന്നെ ആയിട്ട്. അവിടെ പിന്നെ മുമ്പ് താമസക്കാരുണ്ടായി, അവരെയൊക്കെ മാറ്റി അവിടെ സ്റ്റോക്ക് ചെയ്ത് ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്തു. 2002 നമ്മൾ ഇവിടുന്ന് ഒരു ഹോൾസെയിൽ റീസപ്ലൈ ആരംഭിച്ചു. നോർത്ത് ഇന്ത്യ എന്ന സാധനം കൊടുത്തിട്ട് ഇവിടെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അത് എവിടം വരെ എത്തി ഇപ്പം? അത് കാസർഗോഡ് ഫസ്റ്റ് ചെയ്ത്, കാസർഗോഡ്, കണ്ണൂർ 2 ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ഇതിൽ ചെയ്ത്. അതിനുശേഷമാണ് നമ്മളെ ഫാദറിൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ, കാഞ്ഞങ്ങാട് തന്നെ, അതിലേക്ക് റീറ്റെയിൽ ഷോപ്പും കൂടി സ്റ്റാർട്ട് ചെയ്ത്. റീറ്റെയിൽ കാരണം ഹോൾസെയിൽ ഒരു സെക്ഷനായി, റീറ്റെയിൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് നല്ല റേറ്റിന് ഇവിടെ കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ പറ്റി. കാരണം ഡയറക്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് ഇവർക്ക് ഇടനിലക്കാരാരുമില്ല. അതുകൊണ്ട് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഒന്ന് കൂടുതലുണ്ടായത്. നമ്മുടെ അടുത്ത് വരുന്നത് സൗത്ത് ഇന്ത്യ ട്രേഡ് കമ്പനിയിൽ പോയാൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. ഇന്നും അത്
ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് മൗത്ത് പബ്ലിസിറ്റി ആണ്. അങ്ങനെ കാരണം നമ്മൾ ഇടനിലക്കാരെല്ലാം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് സാധനം കൊണ്ടുവരുന്നു, നേരിട്ട് കസ്റ്റമർ കൊടുക്കുന്നു. അപ്പം ഒരുപാട് ഇടനിലക്കാർ ഒഴിവായി, അതുകൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. അതെ, ആ സമയത്ത് നമ്മൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തില്ല. ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാരണമുണ്ട്. കാരണം റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് റീറ്റെയിൽ നല്ല ബിസിനസ് വരുന്ന സമയത്ത് കാലിക്കറ്റ് നിന്നായിരുന്നു എനിക്ക് ഈ ചൈനയിൽ നിന്ന് വരുന്ന സിംഗിൾ പീസ്. അന്ന് ഇന്ത്യയിൽ സിംഗിൾ പീസ് സൂട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. കാലിക്കറ്റും മലപ്പുറത്തുള്ള ടീമായിരുന്നു അന്ന് ഇമ്പോർട്ട് ചെയ്ത്. അപ്പം ഞാൻ മലപ്പുറമുള്ള ഒരു കമ്പനി ആയിട്ടാണ് സാധനം അവരോട് കമ്പനി പർച്ചേസ് ചെയ്താൽ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടായത്. അങ്ങനെ ആദ്യം ഒരു 15 പീസ് 20 പീസ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പം അവിടുത്തെ റെപ്പ് എന്നോട് പറഞ്ഞ്, അവൻ്റെ ആ കമ്പനീൻ്റെ റെപ്പ് എന്നോട് പറഞ്ഞ്, നീ എന്തിനാ അങ്ങനെ കുറച്ച് എടുക്കുന്നത്, നിനക്ക് നല്ല സെയിൽ ഉണ്ടല്ല, കുറച്ച് കൂടുതൽ തന്നെ പർച്ചേസ് ചെയ്തിട്ട് വെച്ചുകൊണ്ട് ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ബൾക്ക് ക്വാണ്ടിറ്റി എടുത്താൽ നിനക്ക് നല്ല ഡിസ്കൗണ്ട് തരും അവർ. എത്ര എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവൻ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് ഒരു 150 പീസ് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു 150 പീസ് ഓക്കെ എടുക്കാം, റേറ്റ് എത്ര കുറയും. അപ്പോൾ അവൻ റെപ്പെന്നല്ല, അവൻ്റെ ഒരു മനസ്സിലൊരു കാൽക്കുലേറ്റ് ഉണ്ട്, ഒരു 100-200 കുറക്കുന്നില്ല ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അവനെന്ത് ചെയ്ത് അവൻ്റെ കാലിക്കറ്റിലെ മലപ്പുറത്താണ് എവിടെ ഇത് ബോസ് അവരോട് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ 150 പീസ് വേണം സൗത്ത് ഇന്ത്യ ട്രേഡിങ് കമ്പനിക്ക്, നമുക്ക് റേറ്റ് എന്ത് കുറക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അയാൾ അവന് ഫോൺ എൻ്റെ കയ്യിൽ തന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ അവരെ പറഞ്ഞു ഇല്ല, ₹1 കുറക്കാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മളെ ടൈം ₹1 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ ഫാറൂഖ് എന്നാണ് അവൻ്റെ പേര്. ഇന്നും അവൻ കാലിക്കറ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അവനെ എപ്പോഴും വിളിക്കാറുണ്ട്. അവന് ചെറിയൊരു ഷോപ്പെല്ലാം തുടങ്ങിയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവനും അവിടെ ഷെയിമായി. എന്തുകൊണ്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ₹1 കുറക്കാൻ കഴിയുന്നൊരു അവരനക്കം തോന്നിയ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു വിഷയമല്ല അത്, അവനും തോന്നി. അപ്പോൾ എന്നോട് ഫാറൂഖ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിനക്കെന്ത് ഇപ്പം അവർ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഞാൻ ആളെ പറയുന്നില്ല, ഇന്നും അവർ മാർക്കറ്റിലുണ്ട്. പിന്നെ നിനക്ക് അവർ ഇമ്പോർട്ട് ചെയ്യും പോലെ നിനക്ക് ചെയ്തുകൂടെ, നിൻ്റെ അടുത്ത് പൈസ ഇല്ലേ, നിനക്ക് ചെയ്യുന്നതിനെന്ത്, എൻ്റെ ഉപ്പാനോട് എന്തെങ്കിലും പൈസ പറഞ്ഞു, എൻ്റെ ഫാദറോട് ആരോടും പൈസ വാങ്ങിയിട്ട് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനക്കെ പറ്റി അതിനെപ്പറ്റി അത്ര അറിയില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട, നീ നോക്ക്. അപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടാകുമ്പോൾ ഞമ്മൊരു ഷെയ്മാമി, എനിക്കൊരു വാശിയായിരുന്നു, എനിക്ക് ബിസിനസ് ഒരു ക്രൈസ് ആയിരുന്നു. എനിക്കും തോന്നി അവരെ പോലെ തന്നെ നമുക്ക് എന്തേ ഇറക്കുന്നതിന് നമ്മളും അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ആ സംസാരം കഴിഞ്ഞ് 2ാമത്തെ മാസം ഞാൻ എന്ത് ചെയ്യണം, എനിക്കും തോന്നി ഒന്ന് ചൈനയിൽ പോകണം. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ദുബായിൽ ഡ്രാഗൺ മാൾ എന്നിട്ടൊരു ഡ്രാഗൺ മാർട്ടുണ്ട്, ആടെ പോയെങ്കിൽ നിനക്ക് ആടെ കുറേ ഇഷ്ടംപോലെ ചൈനക്കാരെല്ലാം വരുന്നതാണ്, ആടെ പോയെങ്കിൽ നിനക്ക് സാധനത്തിന് ആൾക്കാർ ഐഡിയ കിട്ടും. ഞാൻ ഓൺ ദ സ്പോട്ടിന് അടുത്തേക്ക് ദുബായി പോയി, ഡ്രാഗൺ മാളിൽ പോയി. ആടുന്ന് കുറേ കമ്പനി ഉണ്ട് അവിടെ സാനിറ്ററിൻ്റെ, അവരോടെല്ലാം ഇങ്ങനെ നോക്കി റേറ്റ് എല്ലാം വാങ്ങി. റേറ്റ് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ആടുന്ന് റേറ്റ് നോക്കുമ്പോൾ തന്നെ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനെന്ത് ഫസ്റ്റത്തെ പർച്ചേസ് ആദ്യം ചൈനയിൽ പോകുന്നില്ല, ചൈന അറിയുന്നില്ലല്ലോ അങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ പർച്ചേസ് 40 ഫീറ്റ് കണ്ടെയ്നർ ഞാൻ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഒരു ചിഞ്ചു നേർന്ന്, ഇന്നും നമ്മളെ ഫ്രണ്ടാണ് ചൈനയിലില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ ഓർഡർ സിംഗിൾ പീസ് സൂട്ട്, കുറച്ച് ആക്സസറീസ് എല്ലാം അവിടെ ആകുമ്പോൾ എല്ലാം മിക്സ് ആയിട്ട് കിട്ടും നമുക്ക്. പർച്ചേസിങ് ഓർഡർ ദുബൈയിലാണെങ്കിലും സാധനം അയക്കുന്നത് ചൈനയിൽ നിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അവന് നീ എൻ്റെ പേരിൽ പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം എന്നോട് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഒക്കെ എടുത്തോളാം. ഓർഡർ കൊടുത്തിട്ട് അവൻ എന്നോട് പറഞ്ഞു നിൻ്റെ ബ്രാൻഡിൽ വേണ്ടത്. അവിടെ നിന്നാണ് അവൻ എന്നോട് ചോദിക്കുന്നത് നിൻ്റെ ബ്രാൻഡിൽ വേണ്ടതെന്നൊരു ചോദ്യം ചോദിച്ചു. ഏതാ പേര് ബ്രാൻഡ് ആക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രാൻഡ് നെയിം പെട്ടെന്ന് എങ്ങനെ ഇപ്പോൾ ഒരു ബ്രാൻഡ് നെയിം പറയല്, വേണമെങ്കിൽ ഞാൻ 2-3 ദിവസം ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് എത്ര കുട്ടികളുണ്ട് ചോദിച്ചു, മക്കൾ എത്ര ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എന്താ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിയുടെ പെൺകുട്ടിയാണ്. ഏത് കുട്ടിയെന്ന് ചോദിച്ചു. പെൺകുട്ടി എന്താ പേര് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഷിറാന്ന് പറഞ്ഞു. ഷിറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കേട്ടപാട് ചൈനക്കാരൻ എന്നോട് പറഞ്ഞ് ഷിറാന്ന് നല്ല ഉണ്ടല്ല കേൾക്കാൻ, പിന്നെ ഇതിന് വേറൊരു പേരിന്, അതായത് മോളെ പേരാണ് ഷിറ. യെസ് അല്ലേ, മകളുടെ പേര്. അത് അവന് പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട വന്നില്ല. ഇല്ല. ഇത് സാധനങ്ങൾ മൊത്തം ചൈനയിൽ ഒരുപാട് സാധനം ഇന്ത്യയിൽ നിന്നുണ്ട് പ്രൊഡക്ഷൻ. ജാംനഗറിൽ നിന്നുണ്ട്. ജാംനഗറിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു CP ഫിറ്റിംഗ്സ് ഫാക്ടറി ഉണ്ട്. സ്വന്തം എന്നറിയാനല്ല, 2 പേര് ഫാക്ടറി. അവിടെയുള്ള അൻവർ പട്ട എന്ന് പറഞ്ഞില്ല ഒരു ഫ്രണ്ട്, അവരായിട്ട് അവർ ലോക്കലായിട്ട് പാർട്ട്ണർഷിപ്പായിട്ട് അവരൊന്ന് പ്രൊഡക്ഷൻ ആക്കും. ഇതിപ്പോൾ നമ്മുടെ ഈ പിന്നെ ഷിറ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഈ അറോസ് ഈ കേരളത്തിലും കർണാടകയിലുമാണ് ഇപ്പോൾ ഉള്ളത്. അതെ ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോഴ് പിന്നെ ഇനി എന്താണ് നെക്സ്റ്റ് ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഏകദേശം നമ്മളെ ബ്രാൻഡിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല 80%ഓളം
സാനിറ്ററിയിൽ നമ്മളെ ബ്രാൻഡിലായി. നിങ്ങളുടെ ബ്രാൻഡ് ഓൺ ബ്രാൻഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് നമ്മളൊരു 99% എങ്കിലും നമ്മളെ ബ്രാൻഡിൽ ഈ സാനിറ്ററിയിൽ സാനിറ്ററി പ്രൊഡക്റ്റിന്റെ 99% നമ്മളെ സ്വന്തം ഓൺ പ്രൊഡക്റ്റ് ആയിരിക്കണം. അതെ അതെ അല്ലേ? പിന്നെ നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അല്ല? അതെ അതെ. പിന്നെ ഈ സമയത്തൊക്കെ നമ്മുടെ ഫാമിലിന്റെ സപ്പോർട്ട് പിന്തുണ എത്രത്തോളം ഉണ്ട്? വൈഫ്, മക്കൾ? ഏറ്റവും വലിയ നമ്മൾ വിജയം നേരുന്നത് ഫാമിലിയിൽ നമ്മളെ വൈഫ് തന്നെ. കാരണം എന്ന് വെച്ചെങ്കിൽ പിന്നെ നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. കാരണം ഒരു ആളുടെ വിജയം നേരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഫാമിലിയാണ്. നമ്മളെ വൈഫാണെങ്കിലും അതുപോലെ നമ്മളെ ഫാമിലി മൊത്തം, നമ്മളെ ജ്യേഷ്ഠൻ അനുജന്മാർ, അതുപോലെ നമ്മളെ പാർട്ട്നേഴ്സ് എല്ലാവരോടും നല്ല പിന്തുണ. ഇപ്പം നമ്മളെ കൂടെയുള്ളത് എൻ്റെ ഉപ്പാൻ്റെ പഴയ പാർട്ട്ണറാണ് ആര്, മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട്. അവരുടെ മക്കൾ ബഷീർ, ഖലീൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, ഇപ്പോഴും ഉണ്ട് ഇവിടെയുള്ള പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾക്ക് ഒരു നെഗറ്റീവും ഇതുവരെയായിട്ട് ഒരു നമ്മളത് ബിസിനസ്സിൽ ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ എല്ലാം പിന്നെ 100% അവരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിയത്. അല്ലാണ്ട് ഒരാൾക്ക് ഒറ്റക്ക് കയറി അങ്ങ് ചെല്ലാനൊന്നും പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും പിന്തുണയും വേണമല്ല. എത്ര മക്കളാണ് നിങ്ങൾ? എനിക്ക് ഞങ്ങള് ഫാമിലിയിൽ 4 ആണ് 4 പെണ്ണും. ഞാൻ ലാസ്റ്റ് 8ാമത്തതാണ്. ഫാദറിന്റെ പേര് മമ്മുഞ്ഞി ഹാജി. ഉമ്മ ഫാത്തിമ. ജീവിച്ചിട്ടുണ്ടല്ലോ? ഇല്ല, 2 പേരും മരിച്ചു. ഓക്കെ. പിന്നെ വൈഫിന്റെ പേര് പറഞ്ഞില്ല. ആയിഷ. എത്ര മക്കളാണ് നിങ്ങൾക്ക്? 5 മക്കള്. 5 മക്കള് പഠിക്കാണോ? 3 ആണും 2 പെണ്ണുങ്ങളാ. മക്കള് ഇപ്പം ഈ എൻട്രൻസിൽ MBBS നീറ്റിൽ എക്സാമിൽ നല്ല റാങ്ക് ഉണ്ട്. അങ്ങനെ ഇപ്പം ഇവിടെ കർണാടക സുള്ളിയത്ത് ഇപ്പം ഗവൺമെന്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ മകള് മുഖത്തെ മകള് ഷിറ. അപ്പോൾ 21 സ്റ്റാർട്ട് ചെയ്യാന്ന് ക്ലാസ്. അപ്പം ഈ കഴിഞ്ഞ 12th നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് വന്നത്. സെക്കൻഡ് ആൺകുട്ടിയാണ്, സലീത്ത്. അവൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. 3ാമത്തെ കുട്ടി പെൺകുട്ടിയാണ്, അവള് ഷസ്മിൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. പിന്നെ 4ാമത്തത് ഷയാന് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. പിന്നെ ഏറ്റവും ചെറുത് 2.5 വയസ്സായിട്ടുള്ള. സ്റ്റാഫിന്റെ പിന്തുണ അത് വളരെ പിന്നെ വലുതാണ്. പിന്തുണ എത്രത്തോളം ഉണ്ട്? അവരുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് നമ്മളെ ഇത് സ്റ്റാഫെല്ലാം. കാരണം എൻ്റെ കൂടെ മുമ്പേ ഉള്ള പഴയ സ്റ്റാഫാണ് ഇപ്പോഴും ഉള്ളത്. കാരണം പുതിയ സ്റ്റാഫല്ല. കാരണം എന്ത് പറഞ്ഞാലും അവർ അതനുസരിച്ച് അതുപോലെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ അവരോടുള്ള പിന്നെ അവരില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറും പർച്ചേസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ല. മെയിൻ വേണ്ട സെയിൽ, അതിൻ്റെ ഹാർഡ് വർക്ക്. ഇപ്പം ഇവിടെ തന്നെ 2 ഗോഡൗൺ ഉണ്ട്. ആ 2 ഗോഡൗണിൽ നിന്ന് സാധനം കയറ്റാനും ഇറക്കാനും ഇത് അങ്ങോട്ടേക്ക് ലോഡിങ് ചെയ്യാനുള്ള അവർ പോകണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ലോഡിങ് അൺലോഡിങ് കൂലിക്കാരുണ്ടെങ്കിലും അതിനെ ഒരു മെഷർമെന്റ് ഇത് സിസ്റ്റം പോലെ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാഫ് തന്നെ വേണമല്ലോ. അതെ അതെ. കസ്റ്റമർ എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ടാവും, പല സ്വഭാവത്തിലുള്ള ആൾക്കാരെ, പല ടെൻഷനിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഒരേ ഇതിൽ പോകണമല്ലോ. അപ്പം ഈ ബിസിനസ് രംഗത്തേക്ക് ഇപ്പം പിന്നെ ഷറഫ് ഭായി ഒരുപാട് വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്, വരുന്ന തലമുറക്ക് ഒരു പ്രചോദനം, ഒരു ഇൻസ്പയർ ആവുക എന്നുള്ള ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക്. ഞാൻ ചോദിക്കാൻ വന്നതാണ്, എന്താണ് പുതിയ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ന്യൂ ജനറേഷനോട് നമുക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ന്യൂ ജനറേഷനോട് കൊടുക്കാനുള്ള ഒരുപാട് വരാനുണ്ട്. കാരണം നമ്മളിവിടെയുള്ള നമ്മളെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എല്ലാവരും ദുബായ് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. +2 കഴിയുമ്പോൾ തന്നെ ദുബായ്. അതെ അതെ അതെ. നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ലളിതിൽ നമ്മളെ റേസിൻ കാസർഗോഡ് എന്നുള്ളൊരു പിന്നെ പ്രോഗ്രാം ലളിതിൽ 2 ദിവസം ഇന്നും ഇന്നലെയും നടന്നതാണ്. ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ജില്ലയാണ് നമ്മളെ കാസർഗോഡ് ഡിസ്ട്രിക്ട്. അതുകൂടാണ്ട് മറ്റ് ഡിസ്ട്രിക്റ്റിലില്ലാത്ത ബെനിഫിറ്റ് ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് നമ്മൾ ഗവൺമെന്റ് ചെയ്തു തരുന്നുണ്ട്. കാരണം എന്ന് വെച്ചെങ്കിൽ കാരണം അനന്തപുരത്ത് ഒരുപാട് പറഞ്ഞ 212 ഏക്കറുള്ള സ്ഥലമുണ്ട്. മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ 8 വർഷമായി ഞങ്ങളൊരു മാനുഫാക്ചർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫർണിച്ചർ മാനുഫാക്ചർ. അതുകൂടാതെ വീണ്ടും ഒരു ഫുഡ് പ്രോസസ്സിങ്ങിന്റെ പ്ലാനും കൂടി എടുക്കാൻ വേണ്ടി നമ്മൾ പ്രൊജക്ട് ഓൾറെഡി പിന്നെ ജില്ലാ പഞ്ചായത്തിനും ഇവർക്കെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അതിന്റെ സ്വിച്ച് ഓണെല്ലാം കർമ്മലും ഉണ്ടായിരുന്നു ഇവിടെ. ഇല്ല, ഇൻസ്റ്റാൾ ചെയ്തില്ല. കാരണം ഇന്നലെ
ഗവൺമെന്റിലേക്ക് നമ്മളിത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈസിന്റെ അത് നമ്മുടെ നാട്ടിലില്ലല്ലേ? ഇല്ല, ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ കേരളത്തിലില്ല, കർണാടകയിലില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിൽ ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അപ്പം പിന്നെ ഇതാണ് നമുക്ക് ഈ ന്യൂ ജനറേഷനോട് പറയാനുള്ളത്, ഹാർഡ് വർക്ക് ചെയ്യുക. അതെ അതെ അതെ, ഹാർഡ് വർക്കിന് എങ്ങനെയും 100% റിസൾട്ട് കിട്ടും. റിസൾട്ട് ഉണ്ടാവും. പിന്നെ തങ്ങളുടെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ, അതായത് എത്രത്തോളം അതോടൊപ്പം താങ്കൾ പിന്നെ ഈ സംഘടനാ പ്രവർത്തനം, ലയൻസ് ഉൾപ്പെടെയുള്ള സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ ഒന്നത് പള്ളിൻ്റെ അങ്ങനെ നല്ല കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ഇടത്തിലാണെന്ന്. പിന്നെ കോളേജിൻ്റെ, നമ്മളെ ഫദില കോളേജിൻ്റെ പിന്നെ ട്രഷറാണ്. പിന്നെ നമ്മളെ സൗത്തിത്താരി ജമാഅത്താണ്, നമ്മളെ ജമാഅത്ത് വലിയ ജമാഅത്താണ്. ആ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. മുമ്പ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ അത് റിസൈൻ ചെയ്ത് വൈസ് പ്രസിഡൻ്റ്. ഇൻഷാല്ലാ താങ്കളുടെ പിന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇടയിലും നമ്മുടെ ദർശന TV-ക്ക് സമയം അനുവദിച്ചത് ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.